വയനാട് മുണ്ടക്കൈ പുനർനിർമ്മാണത്തിനുള്ള വിശദമായ കരട് പദ്ധതി രേഖ പ്രത്യേക മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തു. 1000 സ്ക്വയർ ഫീറ്റുള്ള ഒറ്റനില വീടുകളാകും ടൗൺഷിപ്പിലുണ്ടാവുക. സഹായങ്ങൾ വാഗ്ദാനം ചെയ്ത 38 സംഘടനകളുമായി മുഖ്യമന്ത്രി നേരിട്ട് ചർച്ച നടത്താനും തീരുമാനിച്ചു. കരട് പദ്ധതി രേഖ അടുത്ത മന്ത്രിസഭാ യോഗം അംഗീകരിക്കും. വയനാട് മുണ്ടക്കയിലെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് കിഫ്ബി തയ്യാറാക്കിയ വിശദമായ പദ്ധതി രേഖയാണ് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിച്ചത്. നഷ്ടപ്പെട്ട വീടുകൾ മുതൽ കാലിത്തൊഴുത്ത് വരെ നിർമ്മിക്കുന്നതിന്റെ രേഖയാണ് അവതരിപ്പിച്ചത്. ഒറ്റനിലയുള്ള 1000 സ്ക്വയർ ഫീറ്റ് വീടുകളാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ടൗൺഷിപ്പ് നിർമ്മിക്കാനുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ നടപടിക്രമമാണ് ഒരു പ്രതിസന്ധി. അത് വേഗത്തിലാക്കാൻ പ്രത്യേക മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പുനരധിവാസ പദ്ധതിയിൽ പങ്കാളിയാകാൻ സന്നദ്ധത അറിയിച്ച 38 സംഘടനകളുണ്ട്. ഇവരുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ചർച്ച നടത്തും. ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിച്ച കരട് പദ്ധതി രേഖ അടുത്ത മന്ത്രിസഭാ യോഗം വിശദമായി ചർച്ച ചെയ്ത് അംഗീകരിക്കും. കേന്ദ്ര സഹായം ലഭ്യമാക്കാൻ കൂടുതൽ സമ്മർദ്ദം ചെലുത്തും. ഹൈക്കോടതിയിൽ നിലവിലുള്ള കേസിൽ വയനാട്ടിലെ ദുരിതബാധിതരുടെ ദുരിതാവസ്ഥ ബോധ്യപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.